ചിന്തിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് തന്നെ ലജ്ജാകരമായ ഒരു പ്രസ്താവനയുമായാണ് അയാൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് അവസരവാദ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം ഉപമുഖ്യമന്ത്രി സ്ഥാനം ആണെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളിലെ MLA-മാർ. ഇവിടെ MLA ആയി കഴിഞ്ഞാൽ അവർക്ക് അധികാരമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാവുന്നതിനോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയാവുന്നതിനോ മന്ത്രിയാകുന്നതിനോ എന്താണ് തടസ്സം? ഒരു പ്രത്യേക വിഭാഗമായതുകൊണ്ടാണോ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ സമുദായത്തിന് മാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ജാതിയിലുള്ളവർക്ക് മാത്രം കേരളം ഭരിച്ചാൽ മതി എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏതായാലും ജനങ്ങൾ ഇത് തള്ളിക്കളയും. കാരണം മുസ്ലിം ലീഗ് അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെ പ്രത്യേക പക്ഷപാതമൊന്നും കാണിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങൾക്ക് നന്നായി അറിയാം. ഒരുപക്ഷെ ഭരണകൂടത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായേക്കാം, പക്ഷേ ജനങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാവില്ല എന്ന് വെള്ളാപ്പള്ളി ചിന്തിച്ചാൽ നന്നായിരിക്കും.